ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വർഷം ഫുൾ വെറുതെ ആയിപ്പോവും, പാഴായിപ്പോവും, വേസ്റ്റ് ആയിപ്പോവും. ഹായ് ഹലോ, ദിസ് ഇസ് ഓയിലി ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോണതേ 2024 നിങ്ങൾ മിസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. അതല്ല 2024 ഈ അവസാന 30 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലല്ലേ? എങ്കിൽ പിന്നെ ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ 2024 നിങ്ങൾ അച്ചീവ് ചെയ്യാത്ത ഏതൊരു കാര്യവും 2025 നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകില്ല. നിങ്ങളുടെ സ്വഭാവം ഇത് തന്നെയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്വഭാവം ചെറുതായിട്ടൊന്ന് മാറ്റണം. ഈ മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം ഈ 30 ദിവസം മാത്രം തന്നെയാണ്. അല്ലാണ്ടൊന്ന് ആലോചിച്ച് നോക്കിയാണ് 2025 ജാനുവരി 1 തൊട്ട് ഞാൻ നന്നായിക്കോളാന്ന് പറഞ്ഞാൽ ആരും നന്നാവാൻ പോകില്ല. ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് നമ്മൾ പല വർഷങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഒരിക്കൽ പോലും നമ്മളത് വർക്കൗട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ജാനുവരി 1 തൊട്ട് ഞാൻ എല്ലാം മാറ്റിയിരിക്കും, പുതിയൊരാളായിരിക്കും എന്ന് പറഞ്ഞ് എല്ലാം ചേഞ്ച് ചെയ്തു, എല്ലാം മാറ്റി ഒരു കാര്യം അച്ചീവ് ചെയ്ത് ആരെങ്കിലും ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു 30 ദിവസത്തിലെ പവറിനെ കുറിച്ചിട്ടാണ്. 2025 365 ദിവസത്തിന് ഇല്ലാത്ത ഒരു പവർ ഈ 30 ദിവസത്തിനുണ്ട്. അത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. എന്നെ അല്ല, നിങ്ങളെ തന്നെ. ഈ 2024 നിങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ച ഏതൊരു കാര്യവും, നിങ്ങൾ ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ച ഏതൊരു കാര്യവും, നടന്നിട്ടില്ലാത്ത ഏതൊരു കാര്യവും ഈ 30 ദിവസം കൊണ്ട് നമുക്ക് നടത്തിയെടുക്കാം. നിങ്ങളുടെ സ്വഭാവം ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യണം. ജാനുവരി 1 തൊട്ടല്ല, ഡിസംബർ 1 തൊട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ, നമ്മൾ ജനുവരി 1 തൊട്ട് ഒരു സാധനം ചെയ്ത് തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ പിന്നെ അത് ഫെബ്രുവരി 1 അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച, അല്ലെങ്കിൽ അടുത്ത ശനിയാഴ്ച, അല്ലെങ്കിൽ ബുധനാഴ്ച, ഓരോന്നിനും ഓരോ നല്ല ദിവസം, ഇന്ന ദിവസം കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങാം, എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. ഈ വക എക്സ്ക്യൂസുകളൊന്നും ഡിസംബർ മാസത്തിനില്ല. നിങ്ങൾക്ക് തിരക്കുകളില്ല എന്നല്ല, പക്ഷെ ആ ഒരു മെന്റാലിറ്റി ഡിസംബറിൽ വരത്തില്ല. കാരണം നിങ്ങളുടെ മുമ്പിൽ ഇനി 30 ദിവസമേ ഉള്ളൂ. ഈ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ വർഷം ചെയ്യാത്ത പ്രൊഡക്ടിവിറ്റി നിങ്ങൾ ഈ 30 ദിവസത്തിൽ ചെയ്തേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു വർഷം ഫുൾ വെറുതെ ആയിപ്പോവും, പാഴായിപ്പോവും, വേസ്റ്റ് ആയിപ്പോവും. സോ നിങ്ങളുടെ ഈ ഒരു 300 ദിവസങ്ങൾ വർക്ക്ഫുൾ ആക്കണമെങ്കിൽ നിങ്ങൾ ഈ 30 ദിവസം കണ്ടിന്യൂസ്ലി പ്രയത്നിച്ചാലേ പറ്റത്തുള്ളൂ. അതിപ്പോൾ എന്ത് കാര്യം വേണമെങ്കിലും ആവാം. നിങ്ങളുടെ ആവശ്യമായിരിക്കില്ല എൻ്റെ ആവശ്യം. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ പതിയെ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയ 30 days ആണ് ഇനിയുള്ളത്. ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് വിചാരിച്ചോ. നിങ്ങൾ ഈ വർഷം ഫുള്ളും പല റീസൺസ് പറഞ്ഞ് എക്സ്ക്യൂസുകൾ കാണിച്ച് മടി പിടിച്ചിരുന്നിട്ടുള്ള ഒരാളായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ ഒരു മാസം ജസ്റ്റ് ഒന്ന് നിങ്ങളെ സ്ട്രിക്റ്റ് ചെയ്ത് ഫോളോ ചെയ്ത്, ഓക്കെ ഞാൻ ഇന്ന് തൊട്ട് ഈ ഡിസംബർ 1 തൊട്ട് മാറുകയാണെന്ന് വിചാരിച്ച് നിങ്ങൾ അതിലോട്ടൊന്ന് ഇറങ്ങി നോക്കിയാണ്. അങ്ങനെ നിങ്ങൾ ഇറങ്ങുമ്പോഴും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എക്സ്ക്യൂസുകൾ വരുത്തും. ഒരു ദിവസമോ 2 ദിവസമോ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ എക്സ്ക്യൂസുകൾ വരുത്തും. പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ ഒരു 30 ദിവസത്തിൽ 20 ദിവസങ്ങളിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആണെങ്കിൽ ഈ മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് 3 കിലോ കുറഞ്ഞിരിക്കും. അത് വലിയ അത്ഭുതമൊന്നുമല്ല, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ 3 കിലോ കുറഞ്ഞത്. അറ്റ്ലീസ്റ്റ് 1 കിലോ എങ്കിലും കുറഞ്ഞിരിക്കും. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു പ്രചോദനമായിരിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ 2025 ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് 12 മാസം ഉണ്ട്. ഒരു മാസം 1 കിലോ വെച്ചിട്ടാണെങ്കിൽ 2025 നിങ്ങൾക്ക് 12 കിലോ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ പല കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്ന് തൊട്ട് തന്നെ മടി പിടിക്കാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അന്ന് തൊട്ട് തന്നെ ആ ഒരു നിമിഷം, ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ രാത്രിയാണ് കാണുന്നത്, ആ രാത്രി തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, 2 നേരം പല്ല് വയ്ക്കാത്ത ഒരാളാണെങ്കിൽ രാത്രി 1 നേരം പല്ല് വയ്ക്കുന്ന ശീലം വളർത്തുക. ഇന്നത്തെ ദിവസം അത് ചെയ്തിട്ട് നാളെ ആകുമ്പോഴത്തേനും പിന്നെ അത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് അതൊരു പുതിയ ഹാബിറ്റ് അല്ലേ. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെ ഒരു കൺട്രോൾ കൊണ്ടുവരണം. നിങ്ങൾ തന്നെ സിസ്റ്റമാറ്റിക് ആവണം. നമ്മൾ ഇത്രയും വർഷം പിന്തുടർന്ന് വന്ന ഒരു ഹാബിറ്റ് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഭയങ്കര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കുറച്ച് മെനക്കെടണം, കുറച്ച് മനക്കെട്ടി വേണം. ഈ മനക്കെട്ടി എപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലാസ്റ്റ് അവറാണ് ഈ ഒരു ഡിസംബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ 30 ദിവസത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയുന്നത്. കുട്ടി ചേഞ്ചസ് നിങ്ങൾ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരണം. അത് നിങ്ങൾ ഈ 30 ദിവസം ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടണം, ചെയ്യുകയും വേണം. ചെയ്യാതിരിക്കുന്ന 1-2 ദിവസങ്ങൾ കാണുമല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കുന്ന 1-2 ദിവസം. നാളെ ഇപ്പോൾ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ മൂടില്ല, അല്ലെങ്കിൽ എനിക്ക് മടി വന്നു, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വന്നു. ഈ സാധനം വരികയാണെങ്കിൽ ഓക്കെ ശരി, ഞാൻ പോയിട്ടൊന്ന് ഉറങ്ങുകയാണ്. പക്ഷേ നെക്സ്റ്റ് ഡേ ഞാൻ എന്ത് ചെയ്യണം? വിചാരിക്കണം, എനിക്ക് ഇന്ന സമയമാകുമ്പോൾ ഉറക്കം വരും, അപ്പം ഞാൻ ഈ സാധനം ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ 1 മണിക്കൂർ മുന്നേയും ഞാൻ ആ സാധനം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ടാസ്ക്, നിങ്ങളുടെ ഏത് ഹാബിറ്റ് ആണെങ്കിലും 1 മണിക്കൂർ മുന്നേ നിങ്ങൾ ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ആ നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലംസ് എന്താണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി സൊല്യൂഷൻ കണ്ടുപിടിച്ച് അതിന് അടുത്ത ദിവസം തിരുത്തിയിട്ട് അതിൻ്റെ അടുത്ത ദിവസം തുടങ്ങുക. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ പതിയെ ഹാബിറ്റുകൾ ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ജാനുവരി 1 ആകുമ്പോൾ നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളൊരു പുതിയ ആളായിട്ടുണ്ടായിരിക്കും. ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്ന എല്ലാവർക്കും പറ്റുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ജനുവരി 1 വലിയൊരു പ്രത്യേകതയുണ്ട്.
ഒരു വലിയ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ജനുവരി 1 നമ്മുടെ മൈൻഡ് സെറ്റിൽ തന്നെ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്ന് ആഘോഷിക്കേണ്ട ദിവസമാണ്. അന്ന് കോളേജിൽ പോണ സ്കൂളിൽ പോണ പിള്ളേരാണേലും അന്ന് അവധിയൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാണും, ഇന്ന് ന്യൂ ഇയർ ആണ്, നമുക്ക് ആഘോഷിക്കണം, നമ്മൾ സെറ്റായിട്ടിരിക്കുകയാണ്, അങ്ങനെയൊക്കെ ഒരു ഇത് വരും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമുക്ക് അവിടെ ഒരു ആഘോഷമില്ല, സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നു, വരുന്നു, അങ്ങനെയാണല്ലോ. പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ നമ്മുടെ മൈൻഡ് അങ്ങനെയാണ്. അന്ന് ആഘോഷിക്കേണ്ട ദിവസമാണെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുറേ ഉഴപ്പും. അന്നത്തെ ദിവസം ഒരുപാട് ഉഴപ്പും. പക്ഷെ കഴിഞ്ഞ 30 ദിവസം നിങ്ങൾ നല്ലൊരു റൊട്ടീൻ, നല്ലൊരു സ്ട്രിക്റ്റ് ഹാബിറ്റ് പിന്തുടരുന്ന ആളാണെങ്കിൽ നിങ്ങൾ ജനുവരി 1 എന്ന് പറയുന്ന ഒരു ദിവസം നിങ്ങൾ ഉഴപ്പിയാലോ ആഘോഷിച്ചാലോ നിങ്ങളുടെ റൊട്ടീനിൽ നിന്ന് ഒരു വ്യത്യാസം വരുത്തിയാലോ അത് നിങ്ങളെ ലൈഫിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഈ ഡിസംബർ 30 ദിവസവും നിങ്ങൾ 2 നേരം പല്ലേച്ച ഒരാളാണെങ്കിൽ ജനുവരി 1-ാം തീയതി നിങ്ങൾ ന്യൂ ഇയറിന് മറ്റേ കമ്പം കാണാൻ പുറത്ത് പോയി. അന്ന് നിങ്ങൾക്ക് പല്ലേക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിനെ വലിയ രീതിയിൽ ബാധിക്കത്തില്ല. അന്നൊരു ദിവസം പല്ലേച്ചില്ല, ഓക്കെ ഫൈൻ, നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ പല്ലേക്കും, രാത്രി നമ്മൾ പല്ലേക്കും, അങ്ങനെ ചിന്തിച്ചാൽ പോരെ. അപ്പോൾ ഈ ഒരു ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ 2025 നിങ്ങൾക്ക് ഉറപ്പായിട്ടും പുതിയ ഒരാളാവുകയും ചെയ്യും, നിങ്ങളുടെ ഹാബിറ്റ് മൊത്തത്തിൽ മാറുകയും ചെയ്യും, നിങ്ങൾക്ക് നല്ല ഒരു 2025 ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് 2025 2024 നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും 2025 അച്ചീവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തൊട്ടിട്ട് വലിയ വലിയ കാര്യങ്ങളാവാം. ഇപ്പം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ടൈം കുറയ്ക്കാം. ഫോണിൻ്റെ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ ലാപ്പിൻ്റെ ആയാലും സ്ക്രീൻ ടൈം കുറയ്ക്കാം. ഫ്രീ ടൈം നമ്മൾ വെറുതെ കളയുന്നതിന് പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ പ്രൊഡക്റ്റീവ് ആവാം. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തൊട്ടിട്ട് പഠിക്കാം. കുത്തിയിരുന്ന് പഠിച്ചൊരു ജോലി വാങ്ങാം, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ മെനക്കെട്ട് ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ വരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 21 ദിവസം നമ്മളൊരു സംഭവം കറക്റ്റാണ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹാബിറ്റ് ആവുമെന്നാണ് പറയാറ്. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് ഒന്നും നമ്മൾ ശ്രമിച്ചില്ല എന്ന് വേണ്ടല്ലോ. നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പവറുള്ള ഒരേ ഒരാൾ നമ്മൾ തന്നെയാണ്. അത് നമ്മൾ ശ്രമിക്കാതിരുന്നാൽ നമ്മുടെ ലൈഫ് ഒരിക്കലും ചേഞ്ച് ആവാനും പോണില്ല. അപ്പോൾ നന്നായിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. ഇനി ശ്രമിക്കാത്തവർ അല്ലെങ്കിൽ ശ്രമിച്ചിട്ട് നടക്കല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നവരടുത്ത് ഒരേ ഒരു കാര്യം പറയാവുള്ളൂ, നിങ്ങൾ സങ്കടപ്പെട്ട് അവിടെ ഇരുന്നു, ശ്രമിക്കാതിരുന്നു, പക്ഷേ വർഷം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ഓരോ വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഏജ് കൂടിയേ വരത്തുള്ളൂ. ഇപ്പം 50 വയസ്സാണെങ്കിലും 20 വയസ്സാണെങ്കിലും അടുത്ത വർഷം ആകുമ്പോഴത്തേനും നിങ്ങൾ ഏജ് കൂടുകയാണ്. നിങ്ങൾക്ക് കുഞ്ഞു വയസ്സിൽ ചെയ്യാൻ പറ്റാതെ ഒന്നും നിങ്ങൾക്ക് വലിയ വയസ്സിൽ ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. വയസ്സാവുന്നതോറും നമുക്ക് ആരോഗ്യം കുറയും, നമുക്ക് ഓടി നടക്കാനും ചാടി നടക്കാനും പറ്റത്തില്ല. അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ചില ഏജിൽ കിട്ടുന്ന കാര്യങ്ങളൊന്നും വലിയ ഏജിൽ കിട്ടണമെന്നില്ല, ആ ഒരു ഏജിൽ കിട്ടുന്ന കാര്യങ്ങളൊന്നും അതിൽ നിന്നും വലിയ ഏജിൽ കിട്ടണമെന്നില്ല. അതുകൊണ്ട് സമയം ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. നിങ്ങൾ എന്നെ സമയത്തിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറയാൻ നടന്നേ പറ്റത്തുള്ളൂ, ഹാർഡ് വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഫൈനലി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞ കാര്യമാണ്, അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് തരാം. ഇത്രയും വർഷം ഞാൻ ജീവിച്ചു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നെ ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ജീവിതമാണ് ജീവിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാനും ചിന്തിച്ച് നോക്കിയിട്ടില്ല. ഒരു ചെറിയ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിയാണ് നമ്മളെ കൊണ്ട് റീൽസിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് പോലും കൺട്രോൾ ചെയ്ത് മാറ്റി വയ്ക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് നമ്മളെ മേലെ തന്നെ ഒരു കൺട്രോൾ വേണം. നമ്മൾ ഇനി ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യരുത്, അങ്ങനെ തന്നെ ആയിരിക്കണം. ആ ഒരു കൺട്രോളിങ് പവർ നമുക്ക് കൊണ്ടുവരാനും നമ്മുടെ ലൈഫിന് മേലെ നമുക്ക് വലിയൊരു കൺട്രോൾ കിട്ടാനും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാനും ഹാബിറ്റ് മാറ്റാനും പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും പറ്റുന്ന ഒരു ബെസ്റ്റ് 30 days ആണിത്. അപ്പോൾ ഇന്ന് തന്നെ ഈ വീഡിയോ കാണുന്ന ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നല്ല ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇന്ന് തൊട്ട് തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ 2025 മാറ്റണം, എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റണമെന്നൊക്കെ ഞാൻ വിചാരിച്ച് വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ അതുപോലെ ഫോളോ ചെയ്യും. ഇന്ന് തൊട്ട് തന്നെ ഞാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങളത് ചെയ്യുക. ഒരുപാട് മാറ്റം വരും കേട്ടോ, ഒരുപാട് മാറ്റം വരും. അതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ഫോളോയും കൂടെ ചെയ്തേക്കാം. ബൈ.